Hi dears and welcome to a new video. MGU യൂണിവേഴ്സിറ്റിയുടെ 2021 ഡിഗ്രി അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ജനറൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലിക്കേഷനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, അതായത് അപ്ലിക്കേഷൻ്റെ ഒരു ഡെമോ പോലെ സ്റ്റെപ്പ് വൈസ് കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ് ആൻഡ് സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. സോ വെൽക്കം ടു ദിസ് വീഡിയോ. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്ലിക്കേഷൻസ് ഇപ്പോൾ പല കോളേജസിൻ്റെയും ഓട്ടോണോമസ് കോളേജസിൻ്റെ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നമ്മൾ ഓരോന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആദ്യമായിട്ട് തുടങ്ങിയത് MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പല ഭാഗങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് അതിൻ്റെ വെബ്സൈറ്റ് MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. MGU.ac.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ 2021 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പിൻ്റെ പേജിലെത്തും. അവിടെ UG PG പല ഓപ്ഷൻസും കാണാം. അതിൽ UG ക്ലിക്ക് ചെയ്യുക, അത് മാത്രമേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സൈറ്റ് ഒന്ന് പരിചയപ്പെട്ടിരുന്നു, ഓരോ ഓപ്ഷൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. ഇപ്പോൾ പ്രോസ്പെക്ടസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് ഇൻഡെക്സ് മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ സ്റ്റെപ്സും മറ്റു കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാൻ യൂണിവേഴ്സിറ്റീൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലസ് ടു എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കരുതുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് SSLCൻ്റെ കോപ്പി വേണം. പിന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ നമ്പർ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു ഫോൺ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വരുന്നത്. അപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിൽ അവരുടെ നമ്പേഴ്സ് ഒന്നും വെച്ചിട്ട് ഒരിക്കലും രജിസ്റ്റർ ചെയ്യാതിരിക്കും. പലരും ഉണ്ട് അപ്ലിക്കേഷൻ നേരെ നമ്മൾ പോയിട്ട്, അധിക പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുക, അക്ഷയയിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ അധികം അവരുടെ നമ്പറും അവരുടെ മെയിലൊക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പറും സ്വന്തം ഇമെയിൽ ഐഡിയും തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നീടുള്ള ഇൻഫർമേഷൻ മുഴുവനും ആ ഒരു ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ആ ഒരു മെയിലിലേക്കാണ് വരിക. അതുകൊണ്ട് അവരിപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നില്ല. ഒരുപാട് പേരുടെ അവർ അപ്ലൈ ഉണ്ടാവും. അപ്പോൾ ആർക്കാണ് എന്താണെന്നൊന്നും ഒരു ഡീറ്റെയിൽസ് അവർക്ക് അറിയുന്നുണ്ടാവില്ല, ഈ അക്ഷയ കേന്ദ്ര അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ അവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഫീസ് അടയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എററൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീ മീൻസ് വൺസ് ഇറ്റ്സ് ലോസ്റ്റ്. അപ്പോൾ പിന്നെ റീഫണ്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ടൈമൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഫീ അടയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇമെയിൽ ഐഡിയുടെ കാര്യം. നിങ്ങൾ സ്വന്തം ഇമെയിൽ ഐഡി കൊടുക്കുക. പിന്നെ അപ്ലിക്കേഷൻ ഫീ നമ്മൾ പ്രോസ്പെക്ടസിലും മറ്റ് വീഡിയോസിലും പറഞ്ഞ അപ്ലിക്കേഷൻ ഫീ തന്നെ അടയ്ക്കുക. മീൻസ് കൂടുതലായിട്ടൊന്നും അപ്ലൈ ചെയ്യാനോ അടയ്ക്കാനോ ഒന്നും ആവശ്യമില്ല. പിന്നെ സ്കാൻഡ് കോപ്പീസ്, ചില ഡോക്യുമെൻസിൻ്റെ സ്കാൻഡ് കോപ്പീസ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇത് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ, OEC SC BC കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോണസ് മാർക്സ് ലഭിക്കാനായിട്ട് NSS NCC പിന്നെ എക്സ് സർവീസ്മെൻ അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദ്യം കീപ്പ് ഇറ്റ് റെഡി. അപ്പം അപ്ലൈ ചെയ്യാൻ ഇരുന്നതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് തിരഞ്ഞു പോയാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എന്നും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ ഏതൊക്കെ കോഴ്സസ് ആണ് ഏതൊക്കെ കോളേജസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് വെറുതെ കുറേ കോളേജസ് ഓപ്ഷനായിട്ട് കൊടുക്കുക, വെറുതെ കുറേ കോഴ്സസ് ഓപ്ഷനായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിന് ഈ അഡ്മിഷൻ പ്രോസസ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്സും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മാർക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോളേജിൽ ഈ കോഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഐഡിയ. അത് നമ്മൾ പല വീഡിയോയിലായിട്ടും ഈ കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നൊക്കെ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് റാങ്ക് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മാർക്കിൻ്റെ ഒരു ഐഡിയയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇൻഡെക്സ് മാർക്കിംഗ് എത്ര വരും? ഇപ്പോൾ ഒരു സയൻസ് എടുക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ഫിസിക്സ് ഓർ കെമിസ്ട്രി എടുക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഇൻഡെക്സ് മാർക്ക് കൂടും. കെമിസ്ട്രിയാണ് എടുക്കാൻ താല്പര്യം, അപ്പോൾ +2ന് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻഡെക്സ് മാർക്ക് വളരെ ഹൈ ആയിരിക്കും. അപ്പം അവർക്ക് കുറച്ച് നല്ല കോളേജസ് ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നതാണ് ഫസ്റ്റ് ഫ്യൂ പ്രിഫറൻസസിൽ. അപ്പോൾ അതല്ല കുറച്ച് താഴെ മാർക്കുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അപ്പോൾ അവർക്ക് കെമിസ്ട്രിയാണ് താല്പര്യം, അഗെയിൻ സെയിം എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വളരെ ഹൈ ക്വാളിഫൈഡ് കോളേജസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താവാനാണ് ചാൻസ്. ആദ്യത്തേന്ന് മാത്രമല്ല, കംപ്ലീറ്റ് ഒരു ഹൈ ലെവൽ കോളേജസ്, ഹൈ ലെവൽ കോഴ്സസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസ് അടിയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഏത് കോളേജിലായിരിക്കും എനിക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത്. അതെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കും ലാസ്റ്റ് ഇയർ മാർക്സും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇയർ മാർക്സിനെ കംപ്ലീറ്റ്ലി ഈ കൊല്ലം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, കാരണം +2 മാർക്സ് ഒരുപാട് പേർക്ക് ഫുള്ള് തന്നെയാണ്. അപ്പം ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഈ ഇയർ നടക്കാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ജസ്റ്റ് സി ലാസ്റ്റ് ഇയർ മാർക്സ് ഒക്കെ നോക്കിയിട്ട് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. അവിടെ ജസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു സ്റ്റേജിൽ ഒരു തെറ്റും തന്നെ വരുത്താതിരിക്കുക, കാരണം അവിടെ ഒരു ഓപ്ഷൻസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പേരൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനേ പറ്റില്ല. അപ്പോൾ അത് നോക്കുക. പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ടാവും, അപ്പോൾ നല്ലൊരു പാസ്വേഡും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പറിലേക്കൊക്കെ ഒരു ആക്ടിവേഷൻ കോഡ് വരുന്നതായിരിക്കും, അതൊക്കെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ ഓപ്ഷൻസ് 40 ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 40ഓളം ഓപ്ഷൻ കൊടുക്കാനുണ്ട്. ഇതൊരു കുട്ടികളിയല്ല, ലൈക്ക് നമ്മളൊരു 1-2 കോഴ്സോ 1-2 കോളേജസോ അല്ല കൊടുക്കാൻ പോകുന്നത്, 40 ഓപ്ഷൻസ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഏതാണ് ഞാൻ ഈ കൊടുക്കാൻ പോകുന്ന 40 കോഴ്സസ് എന്ന് തന്നെ പറയാം, കാരണം ഒരേ കോളേജിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോഴ്സസ് കൊടുക്കാം. അപ്പം 40 കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ പേയ്മെൻറ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. പിന്നെ യാതൊരു കാരണവശാലും ഒരു ഹാർഡ് കോപ്പീസും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻ ഓൺലൈനാണ്, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഓടിച്ചിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേഷൻ്റെ സ്റ്റെപ്പാണ്. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പേജാണ് അവിടെ വരിക. അവിടെ +2 രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. പല കുട്ടികളും ചോദിക്കുകയുണ്ടായി, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലുള്ള നമ്പറാണോ, അതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിലുള്ള നമ്പറാണോ, അങ്ങനെ ഓരോന്നും. അതൊന്നുമല്ല, നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവില്ലേ, +2ൻ്റെ എക്സാം എഴുതാൻ പോകുമ്പം വരുന്ന ഒരു രജിസ്റ്റർ നമ്പർ, ആ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ നെയിം, യുവർ പാസ്വേഡ്, ബോർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ തെറ്റുകളൊന്നും വരുത്താതിരിക്കുക, കാരണം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻസ് ഇതേപോലെ കുറേ സ്റ്റെപ്സ് ആയിട്ട് കാണാം. അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ വി ഹാവ് ഫീ പേയ്മെൻറ്റ്,
ദെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ആൻഡ് ഫൈനൽ സബ്മിറ്റ്. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആ ഒരു പേജിൽ നെക്സ്റ്റ് പേജിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ നെയിം, യുവർ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തപ്പോൾ അക്കൗണ്ട് ക്രിയേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ ഫെച്ചായി വന്നിട്ടുണ്ടാവും. പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. അടുത്ത പേജിൽ വരുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പം ഈ രീതിയിൽ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻസും റൈറ്റ് സൈഡിൽ കോളേജസും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഒന്ന് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ ആ ഓപ്ഷൻസ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റിന് പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 750 റുപ്പീസാണ്. അപ്പോൾ ആ രീതിയിൽ ഫീ പേ ചെയ്യാനായിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. അതായത് 200 KB താഴെ ആയിരിക്കണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിൽസ് മുഴുവനും നിങ്ങൾക്കൊന്ന് കാണാനായിട്ടൊരു പ്രിവ്യൂ ആയിട്ട് വരും. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ മാറ്റാനോ എഡിറ്റ് ചെയ്യാനോ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഒരു എഡിറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി 1-2 ദിവസം തന്നേക്കാം. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് നോക്കി സൈറ്റ് നോക്കി അറിഞ്ഞിരിക്കണം എപ്പോഴായിരിക്കും ആ എഡിറ്റ് ഓപ്ഷൻ വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ പലരും അത് മിസ് ചെയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം എല്ലാം കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഇനി അടുത്തതായിട്ട് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് കോട്ട, അവർക്കൊക്കെ ആപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ക്യാപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ സ്പോർട്സ് കോട്ട എന്നൊരു മെസ്സേജ് കാണാനുണ്ടാവും. അപ്പം ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പം സ്പോർട്സ് കോട്ട ആണെങ്കിൽ ഏതിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അതിന് എത്രയാണ് നിങ്ങൾക്ക് പൊസിഷൻ കിട്ടിയത്, അങ്ങനെ മറ്റു ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. അപ്പം ആ സ്പോർട്സ് കോട്ട ആപ്ലിക്കേഷന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓരോ കോളേജ് കോമ്പിനേഷൻ കൊടുക്കണം. അതായത് കോളേജും കോഴ്സസും കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനും കൂടി ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് സ്പോർട്സ് കോട്ട അങ്ങനെ റിസർവേഷൻ വരുന്ന അല്ലെങ്കിൽ കോട്ട അഡ്മിഷൻസും കൂടി ഈ രീതിയിലാണ് വരുന്നത്. ഇനിയൊരു 2 കോട്ട അഡ്മിഷൻസ് വരുന്നത് കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയുമാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോളേജിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ പോയിട്ടോ അന്വേഷിച്ചിട്ട് അവിടുത്തെ അപ്ലിക്കേഷൻസ് എപ്പോഴാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ആ പ്രൊസീജിയേഴ്സ്, അത് ഓരോ കോളേജാണ് ഡിസൈഡ് ചെയ്യുക. അത് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലല്ല. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് ആ കോളേജിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നീ അഡ്മിഷൻസ് എന്നീ സീറ്റ്സിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ തന്നെ കൊടുക്കണം. കാരണം അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആ സീറ്റ്സ് ഒക്കെ ഫില്ലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊക്കെ ആളെ നോക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ അപ്ലിക്കേഷൻസ് കൊടുത്ത ഉടനെ ഈ ക്യാപ്പ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയുടെയും ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോ കോളേജിലും പോയിട്ട് പേഴ്സണലി പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ വിളിച്ചിട്ട് അന്വേഷിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ആ അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ജനറലായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
അതേപോലെ ഓരോ കോട്ട അഡ്മിഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റ് ഡീറ്റെയിൽസുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.